എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഗ്ലൂ ഗണ്ണിനെ കുറിച്ചാണ് നിങ്ങൾ ഏറ്റവും അധികം കമൻറ്റിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ എത്ര പറഞ്ഞാലും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് പിന്നെയും ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗ്ലൂ ഗൺ ഉപയോഗിക്കുക, അതുപോലെ എൻ്റെ ഗ്ലൂ ഗൺ ഏതാണ്, എത്ര വാട്ടാണ്, അങ്ങനെ എനിക്ക് സാധാരണയായിട്ട് വരുന്ന കമൻസിൽ വരുന്ന എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. എന്നിട്ട് പിന്നെയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള നീല കളറിലുള്ള എൻ്റെ ഗ്ലൂ ഗൺ. ഇതിപ്പോൾ ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. ഇതിന് കംപ്ലൈൻറ്റ് ഒന്നുമില്ല, നന്നായിട്ട് ഒട്ടുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു പവർ പറയുകയാണെങ്കിൽ 100 വാട്ടാണ് കേട്ടോ. അപ്പോൾ 100 വാട്ടിൻ്റെ ഈ ഒരു ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു കമ്പനി നെയിം അങ്ങനെ ഇതിനൊരു പ്രത്യേകിച്ചൊരു കമ്പനി നെയിം പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ലോക്കലായിട്ട് വാങ്ങിക്കുന്ന മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ഏതൊരു ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ ഒന്നും ഓർക്കണില്ല, കുറേ നാളായില്ലേ വാങ്ങിച്ചിട്ട്. എൻ്റെ ഗ്ലൂ ഗൺ നന്നായി ഒട്ടുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിച്ചു. അവർക്കൊക്കെ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞു പോരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിലിപ്പോൾ പുതിയൊരു ഗ്ലൂ ഗൺ ഉണ്ട്, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കണ്ടോ, ഇതാണ് എൻ്റെ റെഡ് കളറിലുള്ള പുതിയ ഗ്ലൂ ഗൺ. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചാണ്. അപ്പോൾ മറ്റേതിന് കേടൊന്നുമില്ല, എന്നാലും ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 245 റുപ്പീസാണ്. അപ്പോൾ 245 രൂപയേ ആയുള്ളൂ. നല്ല ഗ്ലൂ ഗണ്ണാണ്, നന്നായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നല്ലൊരു ഹീറ്റും നല്ല ചൂടുണ്ട് ഇതിന്. അപ്പോൾ അത് ഉപയോഗിച്ച ദിവസം തന്നെ എൻ്റെ കൈ നന്നായിട്ടൊന്ന് പൊള്ളി, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നന്നായിട്ട്. ആ ഗമ്മാവുമ്പോൾ നല്ല ചൂടാണ്, നന്നായിട്ട് തന്നെ പൊള്ളും. അപ്പോൾ കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വാങ്ങിക്കൊണ്ടുവന്ന ആ ഒരു ടൈമിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തി വെച്ചപ്പോൾ അതിൽ ലൈറ്റൊന്നും കത്തണില്ലേ ഈ ഗ്ലൂ ഗണ്ണിന്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അത് ചൂടാവണുണ്ടോ എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. അപ്പോഴേക്കും ഗ്ലൂ ഇങ്ങനെ പുറത്തോട്ട് പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തട്ടിക്കളയാൻ നോക്കിയതാണ്. അപ്പോൾ കയ്യിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പൊള്ളിയത്. അപ്പോൾ ഇനി അങ്ങനെ നമ്മളെ കയ്യിലൊക്കെ എപ്പോഴെങ്കിലും ഗ്ലൂ ആവുകയാണെങ്കിൽ കയ്യിൽ ഗ്ലൂ ഇങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ വേഗം തന്നെ കൈ കൊണ്ടുപോയിട്ട് പൈപ്പിൻ്റെ അടിയിലോ ഒക്കെ കാണിക്കുക. തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ഗ്ലൂ പുറത്തോട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഒട്ടി പിടിച്ചിരിക്കും, നന്നായിട്ട് പൊള്ളുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ 2 ഗ്ലൂ ഗണ്ണാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരെണ്ണം 40 വാട്ടും പിന്നെ ഒരെണ്ണം 100 വാട്ടുമാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു പവറുള്ളതാണെങ്കിൽ നന്നായിട്ട് ഗ്ലൂ മെൽറ്റ് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ചെറുതാണ്, അത് കുറച്ചും കൂടി താഴെ ചെറിയൊരു വാട്ടിൻ്റെ ആയിരിക്കുന്നു തോന്നുന്നു. ഇപ്പോൾ അതിൽ അങ്ങനെ മാർക്ക് ചെയ്തൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിൽ നന്നായിട്ട് ഗ്ലൂ മെൽറ്റായിട്ട് വരുന്നില്ല, ഇത്തിരി ഒരു നല്ല സ്മൂത്തായിട്ട് വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് അത് സ്റ്റിക്കാവുന്നുമില്ല. സ്റ്റിക്കായാൽ തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പൊളിഞ്ഞു പോരുന്നു. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഗ്ലൂ ഗൺ ചെറിയ വാട്ടിൻ്റെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഗ്ലൂ ഗൺ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് പോലെ ഒരു കമ്പി പോലെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു നെക്ക് പോർഷനിൽ ഇങ്ങനെ 2 ഹോളുണ്ട്, അവിടെ ഇത് കണക്റ്റാക്കി കൊടുക്കുക. നമുക്കൊരു സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കമ്പി. കണ്ടില്ലേ, കറക്റ്റ് ആ ഹോളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെക്കാനായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ വയ്ക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വീഴാതെ ഇരുന്നോളും. ഇത് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ്. പലർക്കുള്ള സംശയമാണ് സ്റ്റിക്ക് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഫാൻസി ഷോപ്പിൽ അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. എൻ്റെ കയ്യിലുള്ള ആ ഒരു വലുതിന് 20 രൂപയാണ്. ഇപ്പോൾ ആ ചെറുതിന് 10 രൂപ, അതാണ് റേറ്റ് വരുന്നത്. ഇനി ചെറിയ വ്യത്യാസമൊക്കെ കടകളിൽ ഉണ്ടാവുമെന്ന് അറിയില്ല, ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ വരും. അതുപോലെ നമുക്ക് ചെറിയ ഗ്ലൂ ഗണ്ണിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി വണ്ണം കുറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ നമുക്ക് സ്റ്റിക്കുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. പല കളറിലും അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. ഇതുപോലത്തെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ ഗ്ലൂ ഗണ്ണിലോട്ട് ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റിക്ക് നമ്മൾ പുറത്തോട്ട് വലിച്ച് ഊരുന്നത് ഗ്ലൂ ഗൺ കേടാവാനായിട്ട് കാരണമാവും. അപ്പോൾ കുറച്ച് ഉരുകി അതിൽ സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പിടിച്ച് വലിച്ചത് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ഉള്ളിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ട്രിഗർ ഇങ്ങനെ അമർത്തി കൊടുത്താൽ അത് ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കോളും. ഇനി നമുക്കത് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ പുറത്തോട്ട് നിൽക്കുന്ന ഭാഗമല്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ പുതിയ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതും നമ്മളിതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റും. ഒരിക്കൽ വെച്ച സ്റ്റിക്ക്
സ്റ്റിക്ക് പിന്നെ പുറത്തേക്ക് എടുക്കരുത്. നമുക്ക് ആവശ്യം കഴിഞ്ഞാലും അത് പുറത്തെടുക്കരുത്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. വെറുതെ വെച്ച സ്റ്റിക്ക് എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ചൂടാക്കിയിട്ടുള്ള സ്റ്റിക്ക്. നമ്മളിപ്പോൾ വെറുതെ വയ്ക്കുന്നത് നമുക്ക് പുറത്തേക്കൊക്കെ എടുക്കാം, അത് പ്രശ്നമില്ല. ഒരിക്കലും ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കരുത് പുറത്തേക്ക്. അത് പിന്നെ നമ്മൾ ഒരു കാര്യം, ഇത് ഓണാക്കുമ്പോൾ ഇതുപോലത്തെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ഗ്ലൂ ഗണ്ണിനും ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് ഉള്ളതാണ് കൂടുതൽ നല്ലത്, നമുക്ക് മനസ്സിലാവും അതിലേക്ക് പവർ വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ബ്ലൂവിനാണെങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ തോന്നുന്നതാണ് കേട്ടോ. ശരിക്കും നോക്കുമ്പോൾ അങ്ങനെ ഒരു ബ്ലിങ്കിങ് ഇല്ല ലൈറ്റിന്, എന്തോ അറിയില്ല. ഈ ബ്ലൂവിന് ഇതുപോലത്തെ ലൈറ്റ് ഉണ്ട്, നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. മറ്റേ റെഡിനാണെങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് ഒന്നുമില്ല. നമ്മൾ ഏകദേശം ഒരു ടൈം വെച്ചിട്ട് അത് ചൂടാവുന്ന ടൈം നോക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റാണ് അവർ പറഞ്ഞിട്ടുള്ള ടൈം അതിൻ്റെ ഒരു കവറിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് ഗ്ലൂ പുറത്തോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ഉരുകുന്ന വരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒട്ടിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒട്ടാത്തതെന്ന്. നന്നായിട്ട് ആ സ്റ്റിക്ക് ഉരുകി പുറത്തോട്ട് വരണം, നല്ലൊരു ഫ്ലുവൻ്റായിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉരുകിയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഒട്ടിച്ചാലും ഒട്ടും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോരും. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്. ഒന്ന് അതിൻ്റെ പവറാണ്. ആ ഒരു കുറച്ച് ഒരു 40 തൊട്ട് 100 വരെയുള്ള വാട്ടിലുള്ള ഗ്ലൂ ഗണ്ണ് ആയിരിക്കണം. പിന്നെ നന്നായിട്ട് ഉരുകിയതിന് ശേഷം മാത്രമേ ഒട്ടിക്കാനും പാടുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ നോക്കുമ്പോൾ അത്ര നന്നായിട്ട് ഉരുകിയിട്ടില്ല. ഇതിൽ നമ്മൾ ഒട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ആ ഗമ്മ കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് നന്നായിട്ട് ഉരുകിയിട്ടുള്ളൊരവസ്ഥ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഉരുകിയിട്ടുള്ള ഗമ്മാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും. അതുപോലെ ഈ ഒരു ഉരുകാത്ത ഗമ്മിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോരും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ്. ഈ ഒരു ഗ്ലൂ വരാൻ തുടങ്ങിയാൽ പിന്നെ വന്നുകൊണ്ടിരിക്കും, നമുക്കങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഒട്ടിക്കാനുള്ള എല്ലാ സാധനങ്ങളും അടുത്തടുത്ത് വെച്ചിട്ട് പിന്നെ ഗ്ലൂ ഗണ്ണൊക്കെ ചൂടാക്കുക. വേഗം മാക്സിമം പറ്റുന്ന പോലെ വേഗത്തിൽ ഒട്ടിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് പെട്ടെന്ന് തന്നെ തീരും, നമുക്ക് ഒരു കൺട്രോൾ അതിൽ ചെയ്യാനായിട്ട് പറ്റില്ല. കണ്ടോ, ഇതിപ്പോൾ നല്ല ഫ്ലോയിൽ ഗമ്മ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു സൂപ്പർ ഗ്ലൂവിൻ്റെ പോലെ ഭയങ്കര ഒരു സ്റ്റിക്കിനൊന്നും നമ്മൾ ഗ്ലൂ ഗണ്ണിൽ പ്രതീക്ഷിക്കേണ്ട. അത് വേറെ ടൈപ്പ് ഗമ്മുകളൊക്കെ വേണ്ടി വരും. നമുക്ക് എന്തായാലും ഒരുപാട് ക്രാഫ്റ്റിന് യൂസ്ഫുൾ തന്നെയാണ് ഈ ഒരു ഗ്ലൂ ഗൺ. ഒരു കാര്യം പറയാൻ മറന്നു, എൻ്റെ ആ ഒരു ഗ്ലൂ ഗണ്ണില്ലേ വലുത്, അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു 340 350 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഏറ്റവും ചെറുതിന് വേണമെങ്കിൽ ഒരു 150 160 ആ റേഞ്ചിൽ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 250 റേഞ്ചിലുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്ലൂ ഗൺ തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വാങ്ങിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്കൊന്നും സംശയങ്ങൾ ബാക്കി ഉണ്ടാവാൻ വഴിയില്ല. എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി എന്നോട് ഹായ് പറയാനായിട്ട് ഏൽപ്പിച്ച കുറച്ച് പേരുടെ പേര് ഞാൻ പുതിയ വീഡിയോയിൽ നോക്കി വായിക്കുകയാണ്. കൃഷ്ണകുമാരി രവി, സുനിത 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, ഹായ്. അതുപോലെ മുഹമ്മദ് ജലീൽ, ഷഫീന ഫൈസൽ, ഒരു ബിഗ് ഹായ്. അതുപോലെ തന്നെ എപ്പോഴും എനിക്ക് കമൻ്റ് ഇടുന്ന മിസ്രിയ ഫൈസൽ, അതുപോലെ ഷിഫ, രണ്ടാൾക്കൊരു ഹായ്. അതുപോലെ സുനിത അജ്മീർ, ലെനിൻ, ദീപ തോമസ് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്, രണ്ടാൾക്കൊരു ബിഗ് ഹായ്. അടുത്തതായിട്ട് ലിജി വിനുവിൻ്റെ മക്കളായിട്ടുള്ള അച്ചു, അന്ന, അതുപോലെ എപ്പോഴും എനിക്ക് മെയിലൊക്കെ അയക്കുന്ന അഞ്ജലീന മിഥുൻ 4th സ്റ്റാൻഡേർഡിലാണ്, മോൾക്കും ഒരു ബിഗ് ഹായ് ട്ടോ. ഇനി കുറച്ച് ട്രൈഡ് പിക്ചേഴ്സ് കാണാം. ആൽക്ക സുനിൽ, അതുപോലെ അനഘ, അഭിമന്യു, ഷംന സലീം, ദിവ്യ അരുൺ, ഇത്രയും പേരുടെ പിക്ചേഴ്സാണ് കണ്ടത്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലൊക്കെ ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. പിന്നെ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് എന്തിലേക്കാണ് അയക്കേണ്ടതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൽ ID-യിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഞാനത് ഇതുപോലെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനലിപ്പോൾ 5 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു റീച്ചിലെത്താനായിട്ട് നമ്മുടെ ചാനലിന് പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴും ഈ ഒരു സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ
കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മാത്രം ചോദിച്ചൊരു വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. 2-3 റിക്വസ്റ്റ് വരുമ്പോൾ അതെടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും അതിൽ വരുന്ന വീഡിയോസൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്